ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് അമ്മയുടെ അടുത്ത് നിന്ന് പറയണം. അമ്മ ചിലപ്പോൾ ചെവിക്ക് പിടിക്കും, ഇന്നയാളെ കുരുത്തക്കേട് കാണിച്ചത് ചെവിക്ക് പിടിച്ചോട്ടെ, അത് വേണം നമുക്ക്. അമ്മയുടെ ശകാരം കേൾക്കുന്നത് അനുഗ്രഹമാണ്, മനസ്സിലായോ? അമ്മയുടെ ശകാരം 2 അടി കിട്ടുന്നത് അനുഗ്രഹമാണ്. പരിമളത്തിരിവേയുടെ അടി കൊള്ളാമെന്ന് വിചാരിച്ച ആളുകൾ പോയി നിൽക്കും. കുറിച്ചി ബാബ കുറുവാലി കിടക്കി ദേഷ്യം വരുന്ന കുറിച്ചെടുത്ത് കുത്തുകയും അടിക്കുകയൊക്കെ ചെയ്യും. അതൊന്ന് കിട്ടും ആൾക്കാർ നിൽക്കുന്ന പുറകിൽ. അത് അനുഗ്രഹമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പരിമലത്തിരുമേനയുടെ വിയർപ്പിന് സുഗന്ധമായിരുന്നു എന്ന് ശിഷ്യനായ കുറിച്ചി ബാബ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഗുരുവിൻ്റെ വിയർപ്പിന് അദ്ദേഹം മാറ്റിയിട്ട് അതിന് നല്ല മണമാണെന്നാണ് പറയും. അതാണ് ശിഷ്യൻ്റെ സാക്ഷ്യം. അപ്പം അമ്മ ശകാരിച്ചാൽ അനുഗ്രഹം, അത് സ്വീകരിക്കണം. അമ്മ പറയുന്നത് കേൾക്കണം. ചുമ്മാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, മരണസമയത്ത് പ്രാർത്ഥിക്കണമേ, കൃപ നിറഞ്ഞ പറയുന്ന സമാധാനം ഒക്കെ. പക്ഷേ അമ്മ പറയുന്നത് കേൾക്കണമല്ലോ, എന്നാലേ മക്കളാകുള്ളൂ. അമ്മയുടെ ആജ്ഞ തിരസ്കരിക്കുന്നവർ മക്കളായിരിക്കുകയില്ല, അവർ കലഹക്കാരും കൊലയാളികളുമായിരിക്കും. നമ്മളെ സ്കൂളിൽ പോയി പഠിച്ചിരിക്കുന്ന ഭാരതം എൻ്റെ മാതാവാണ്, രാജ്യമാണ്, അമ്മയാണെന്നായി പറയുന്നത്. സഭ നമുക്ക് അമ്മയാണ്, ഇടവക നമുക്കൊരു രീതിയിൽ അമ്മയാണ്. അമ്മ കന്യമറിയാം എല്ലാവർക്കും അമ്മയാണ്. അമ്മയുടെ പാദം തൊട്ട് വണങ്ങണം, ഇത് നമ്മുടെ കടമയാണ്. അമ്മയുടെ പാദം തൊട്ട് നെറ്റിയിൽ വെക്കുക എന്ന് പറയുന്നത് ഭാരതീയമായ ഒരു ആചാരമാണ്, അനുഗ്രഹമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും പാദത്തിലെ ധൂളി പൊടി നെറ്റിയിൽ കൊണ്ട് വെക്കുന്നത് അനുഗ്രഹമാണെന്നാണ് ഭാരതീയരുടെ വിശ്വാസം. അതാണ് പാദം തൊട്ട് വണങ്ങുന്നത്. അപ്പോൾ അമ്മയുടെ പാദം തൊട്ട് വണങ്ങിയിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അമ്മയോട് ചോദിക്കണം. അമ്മ പറഞ്ഞു തരും, പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അമ്മയുടെ ബർത്ത്ഡേ, ജന്മനാൾ നമുക്ക് കേവലം ആഘോഷമല്ല, അമ്മയുടെ അനുഗ്രഹം തേടിയുള്ള ഒരു യാത്രയാണെന്ന് ചിന്തിച്ചുകൊള്ളൂ. ആ യാത്രയുടെ അമ്മയുടെ ദർശനം ഉണ്ടായി, ആശീർവാദം, മാങ്കി ആശീർവാദ്. ചില നടക്കുന്നില്ല, ലോറിയുടെ പുറകെ എഴുതിയത് മാങ്കി ആശീർവാദ്. അമ്മയുടെ അനുഗ്രഹം അതിൻ്റെ അർത്ഥം. അനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾ പലരും ഔദ്യോഗികം അല്ലെങ്കിൽ 8 ദിവസം നമുക്ക് നോക്കി വെച്ചിരിക്കുന്നവരാണെന്നറിയാം. അതിൻ്റെ എന്ന് നോമ്പ് വെക്കാലും അനുഗ്രഹം തരട്ടെ, അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാകട്ടെ. നമ്മുടെ കുറ്റവും കുറവും ഒക്കെ ക്ഷമിക്കാൻ മോനോട് പറയണേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കും. മക്കൾക്ക് വെളിയിലാണെങ്കിൽ അപകടമൊന്നും വരാൻ സൂക്ഷിച്ചോണേ എന്ന് അമ്മയോട് പറയണം. അമ്മ ഇതെല്ലാം ക്ഷമയോടെ കേൾക്കുന്നയാൾ. കാരണം ഒന്നും പറയത്തില്ല, എല്ലാം മിണ്ടാതിരുന്ന് കേട്ടുകൊണ്ടിരിക്കും. അതാണ് ഈ അമ്മയുടെ പ്രത്യേകത. അത് നമുക്കെല്ലാം ഈ ദേശത്ത് ഈ വർഷം ഒന്ന് കൂടി വരാൻ ദൈവം നമ്മളെ അനുവദിച്ചു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8-ാം തീയതി ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഇല്ല, പലരും ഉണ്ട്. അത് ചിന്തിച്ചോ, അമ്മയുടെ പെരുന്നാളിൽ ഒരു പ്രാവശ്യം കൂടെ വന്ന് കൂടാനായി കളയായല്ലോ, അതിന് നന്ദി. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കാര്യം കൂടെ മകൻ്റെ അടുത്തൊന്ന് പറയണം എന്ന് ശുപാർശ ചെയ്യാൻ അമ്മയോട് പറയാൻ നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു. വ്യക്തികളായും കുടുംബമായും പരിശുദ്ധ കന്യകയുടെ സാന്നിധ്യവും ആശീർവാദവും നമ്മളെല്ലാവരുടെ പേരും, ഇടവകയുടെ പേരും, ദേശത്തിൻ്റെ പേരും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.